പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കേരളത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയോ? പഹൽഗാം ഉൾവനത്തിൽ മരിച്ചത് മണ്ണാർക്കാട്ടുകാരൻ മുഹമ്മദ് ഷാനിബോ? ചുരുളഴിയേണ്ട ദുരൂഹ വാർത്തകളാണിതെല്ലാം. ജമ്മു കാശ്മീർ പഹൽഗാമിൽ 26 ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയ തീവ്രവാദി ആക്രമണങ്ങൾക്ക് ഇന്ത്യ നൽകിയ കൃത്യമായ തിരിച്ചടി കണ്ട ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇപ്പോൾ അക്കാര്യം അമ്പരപ്പോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഹൽഗാം ഭീകര ആക്രമണത്തെക്കുറിച്ചും അതിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള നിർണായകമായ സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ എന്ന ഭീകര സംഘടനയുടെ നിഴൽ പറ്റി നിന്ന് ഇസ്ലാമിക ഭീകരതയ്ക്ക് ആക്കം കൂട്ടുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ടെററിസ്റ്റ് ഗ്രൂപ്പായിരുന്നു. അതിന്റെ തലവനും കാശ്മീരിൽ മെഡിക്കൽ ലബോറട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുമായ ഷെയ്ഖ് സജാദ് ഗുൽ എന്നയാൾ മാസങ്ങളോളം കേരളത്തിൽ താമസിച്ച് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു എന്നുള്ള നടുക്കുന്ന വിവരങ്ങളാണ് പഹൽഗാം ഭീകര ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2022 NIA 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച ഭീകരനായ ഇയാൾ സജാദ് അഹമ്മദ് ഷെയ്ഖ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാശ്മീരിന്റെ തെക്കൻ പ്രവിശ്യയിൽ നടന്ന ഗ്രനേഡ് ആക്രമണം, പഹൽഗാം ഉൾപ്പെടുന്ന അനന്ത്നഗറിലെ ബ്രിജ് ബഹയിൽ പോലീസിന് നേരെ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്കും ഗംഗീർ ഗണ്ടൻബലിയിൽ നടന്ന ഇസഡ് മോർ ടണൽ ആക്രമണങ്ങൾക്കും ചുക്കാൻ പിടിച്ച ആളാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് ചേക്കേറിയ ഈ ഭീകരൻ ഇപ്പോൾ ലഷ്കർ-ഇ-തോയ്ബയുടെ സഹായത്തോടെ റാവൽപിണ്ടിയിൽ ഒളിച്ചു താമസിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പഹൽഗാം ആക്രമണത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തതിന് ശേഷം കണ്ടെത്തിയ വിശദാംശങ്ങളാണ് ഈ ഭീകരന്റെ കേരള സന്ദർശനവും പഠനവും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. കേരളത്തിലെത്തുന്നതിന് മുൻപ് ഇയാൾ ശ്രീനഗറിലും ബാംഗ്ലൂരിലുമായി MBA അടക്കമുള്ള കോഴ്സുകൾ പൂർത്തിയാക്കിയെന്നും എന്നാൽ കേരളത്തിൽ പഠിച്ച ലാബ് കോഴ്സിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീരിൽ ലബോറട്ടറി തുടങ്ങി സിറിഞ്ചിൽ കുത്തിയെടുക്കുന്ന മനുഷ്യച്ചോര മൈക്രോസ്കോപ്പിൽ പരിശോധിക്കുന്നതിനൊപ്പം തോക്കും ബോംബും ഉപയോഗിച്ച് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ജീവൻ എടുക്കുന്ന ചോരക്കളികൾക്ക് കൂടി കളമൊരുക്കിക്കൊണ്ട് പാക് ഭീകരന്മാർക്ക് വേണ്ടി കാശ്മീരിലേക്കുള്ള ചാല് വെട്ടുകയായിരുന്നു. അത്തരത്തിൽ ദില്ലിയിൽ ഒരു ഉഗ്ര സ്ഫോടനം നടത്താൻ കണക്കാക്കി 5 കിലോ RDXുമായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് 10 കൊല്ലത്തിലേക്ക് തടവിലാക്കിയിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വിഘാതമാക്കിയുള്ള ഇക്കാര്യങ്ങൾക്കെല്ലാം ലഷ്കർ-ഇ-തോയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾ അതിശക്തമായി തന്നെ ഇയാളെ പിന്തുണച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2017 പുറത്തിറങ്ങിയ ഇയാൾ പാകിസ്ഥാനിലെത്തി ലഷ്കർ, ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാരുടെ ഒത്താശയോടെ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന ഉണ്ടാക്കിയാണ് പഹൽഗാമിലേക്ക് ചോരക്കളിയുമായി വരുന്നത്. അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകരതയുടെ വേരുകൾ കേരളത്തിലേക്ക് പടരുന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചനകൾ മുമ്പ് പലതവണ ചില നിഷ്പക്ഷ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. രാഷ്ട്രത്തിന്റെ ചട്ടങ്ങൾക്കും നയങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് ആഗോള ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കേരളത്തിൽ വല്ലാതെ പെരുകുന്ന കാഴ്ചകളാണ് അടുത്ത ചില കാലഘട്ടങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ വോട്ടുകളിലേക്ക് കണ്ണ് നട്ടാണെങ്കിൽ കൂടി ഹമാസിന്റെയും മുസ്ലിം ബ്രദർഹുഡിന്റെയും ഹിസ്ബുള്ളകളുടെയും ഭീകര നേതാക്കന്മാരെ തോളിലേറ്റി എഴുന്നള്ളിക്കുകയും ഹമാസും പലസ്തീൻ തീവ്രവാദികളും നിരപരാധികളാണ് എന്ന് പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ചിലരുടെ ഭീകര ബാന്ധവത്തിന് പല തെളിവുകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിലേക്ക് വെളിച്ചം വീശുന്ന നിലയിലാണ് പഹൽഗാമിലെ ഉൾവനത്തിൽ മുഹമ്മദ് ഷാനിബ് എന്ന പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയുടെ മൃതദേഹം കാണപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞ് മണ്ണാർക്കാട്ടെ വീട്ടിൽ നിന്ന് പോയ ഇയാളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തീവ്രവാദി ആക്രമണമുണ്ടായ പഹൽഗാമിന് സമീപത്തുള്ള വനത്തിലായിരുന്നു എന്നത് അങ്ങേയറ്റം ദുരൂഹമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 6-ാം തീയതി കണ്ടെത്തിയ മൃതദേഹത്തിന് 2 ആഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. അത് കൃത്യമാണെങ്കിൽ പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസങ്ങളിൽ തന്നെയാണ് ഷാനിബ് മരിച്ചിരിക്കുന്നത്. TRF തലവൻ ഗുല്ലിന്റെ കേരള ബന്ധവും ഷാനിബിന്റെ ദുരൂഹ മരണവും കൃത്യമായ അന്വേഷണ വിഷയമാക്കി NIA കേരളത്തിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങളും ഇതോടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അന്തർദേശീയ കുറ്റവാളി തഹാവൂർ റാണയെ ഇന്ത്യയിൽ വിചാരണയ്ക്കായി കൊണ്ടുവന്നപ്പോൾ അയാളുടെ കേരള ബന്ധം ചുരുളഴിഞ്ഞതിന്റെ പിന്നാലെ TRF തലവൻ സജാദ് ഗുല്ലും അയാളുടെ കൂട്ടാളികളും കേരളത്തിൽ എത്ര തവണ വന്നുപോയി എന്നും അയാൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച സ്ഥാപനത്തെയും താമസിച്ച സ്ഥലത്തെയും അവിടുത്തെ പശ്ചാത്തലത്തെയും ചുറ്റിപ്പറ്റി അന്വേഷണം ശക്തമാവുകയും ഭീകരന്മാർക്ക് താവളമൊരുക്കിയ പലരും കുടുങ്ങുകയും ചെയ്യുമെന്ന് നിശ്ചയമായിരിക്കുകയാണ് ഇപ്പോൾ.